കഴിഞ്ഞ 2 മാസമായി മഴ തുടരുന്നു. ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ഇനിയും നിലയ്ക്കാതെ തുടരുകയാണ്. തുടർച്ചയായി മഴ പെയ്തതോടെ രോഗബാധയിൽ കാർഷിക മേഖല തകർച്ചയിലുമായി. മഴ തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായതോടെ ഹൈറേഞ്ചിലെ സാമ്പത്തിക മേഖല തകർന്നിരിക്കുകയാണ്. ഉൽപാദന മേഖലയിലെ തകർച്ച വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ജൂലൈ അവസാനിക്കാറായിട്ടും തിമിർത്ത് പെയ്യുകയാണ്. മഴ കാരണം സമീപത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞു കവിഞ്ഞു. തീരദേശത്തുള്ളവർ ഭയപ്പാടിലാണ് കഴിയുന്നത്. തുടർച്ചയായുള്ള മഴയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയിലുമാണ് ഉയർന്ന പ്രദേശങ്ങൾ. പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. തുടർച്ചയായുള്ള മഴ കാരണം ഏലം പോലുള്ള വിളകൾ രോഗബാധയ്ക്കും ഇടയായി. തോരാമഴ പെയ്യുന്നതിനാൽ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നു. ഇതോടെ പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. തുടർച്ചയായുള്ള മഴ കാരണം ഉൽപാദനം 4/1 കുറഞ്ഞു. ഉൽപാദന മേഖല തകർച്ചയുടെ വക്കിലെത്തിയതോടെ ഇത് വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയായി. കനത്ത മഴയെ തുടർന്ന് കർഷകരും കർഷക തൊഴിലാളികളും വ്യാപാരികളും ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആമത്തെ ഹൈറേഞ്ചിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഏലകൃഷിയെ ആശ്രയിച്ചാണ് കാർഷിക മേഖല, വ്യാപാര മേഖല മൊത്തത്തിൽ പോകുന്നത്. അതിൽ ഏലച്ചെടികളുടെ അഴുകൽ മൂലം അതൊരു വലിയ പ്രതിസന്ധി. കനത്ത മഴയെ തുടർന്ന് കാ പിടിക്കാതെ വരുന്ന വലിയ പ്രതിസന്ധി. അതുപോലെ പണികൾ തോട്ടത്തിലൊക്കെ നിർത്തിവെച്ചേക്കുന്നത് കൊണ്ടും കർഷകരും കർഷക തൊഴിലാളികളും വളരെ പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റ് മേഖല, മറ്റു മേഖല, അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ആശ്രയിച്ച് ഇപ്പോൾ ഇടുക്കി ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗപ്രതിരോധത്തിന് പണമില്ലാത്തതിനാൽ സാധാരണ കർഷകരും പ്രതിസന്ധിയിലാണ്. പല കുടുംബങ്ങളും കടം വാങ്ങിയാണ് കുടുംബം പുലർത്തി പോരുന്നത്. തോട്ടം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. നനഞ്ഞൊലിച്ച ലയത്തിൽ ജീവൻ പണയം വെച്ചാണ് ഇവർ കഴിയുന്നത്. വേലയും കൂലിയുമില്ലാതെ പട്ടിണിയുടെ പടിവാതിൽക്കലാണ് ഭൂരിഭാഗം തോട്ടം തൊഴിലാളി കുടുംബങ്ങളും. ജീവിതം തന്നെ വഴിമുട്ടിയ രീതിയിലാണ് വ്യാപാരികൾ. മഴ കാരണം സ്കൂൾ സീസൺ നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ കടം വാങ്ങി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ വായ്പയുടെ പലിശ പോലും തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതേ പ്രതിസന്ധി തുടർന്നാൽ മഴയുടെ ദുരിതത്തിൽ സമസ്ത മേഖലയും പ്രതിസന്ധിയിലാണെന്ന് പറയാം. സിറ്റി വിഷൻ, ഉപ്പുതറ.